ബാലചന്ദ്രൻ തന്റെ രണ്ടാമത്തെ ദൗത്യമായി കൊട്ടാരമറ്റം അവധക്കുട്ടിയുടെ വീട്ടിലേക്ക് യാത്ര പുറപ്പെടുകയാണ്. മഴ തോരും മുമ്പേ എന്ന സൂപ്പർ ഹിറ്റ് പരമ്പരയിൽ പ്രേക്ഷകരെ മുൾമുനയിലാർത്തുന്ന ചില എപ്പിസോഡുകളാണ് വരും ദിവസങ്ങളിൽ നമ്മൾ കാണാൻ പോകുന്നത്. പ്രേക്ഷകർ ഒരുപാട് ആഗ്രഹിച്ചത് ഈ ആഴ്ച നമ്മൾക്ക് കാണാൻ പോവുകയാണ്. അങ്ങനെ അലീനയും ബബിതയും കൃഷ്ണമോളും രോഹിത്തും രേവതിക്കുട്ടിയും മാമച്ചായനും ഗ്രേസി മാമയും ഒക്കെ ആഘോഷിക്കുകയാണ്. അവർ ഒത്തുകൂടിയതിന്റെ എല്ലാ ആഘോഷവും അവിടെ പ്രകടമാകുന്നുണ്ട് കേട്ടോ. ആട്ടവും പാട്ടും കളിതമാശകളും വഴക്കും പാചകവും ഒക്കെയായിട്ട് അവർ ആഘോഷിക്കുമ്പോഴും അലീനയുടെ മനസ്സിൽ ഒരു നീറുന്ന കനലുണ്ടായിരുന്നു. മറ്റൊന്നുമല്ല, തന്റെ അച്ഛനായ ബാലചന്ദ്രൻ ഒരു യാത്ര പുറപ്പെട്ടിരിക്കുകയാണ്. ആ യാത്രയുടെ അവസാനം എന്തായിരിക്കും എന്നതാണ് അലീനയുടെ ഏറ്റവും വലിയ ഭയം. കാരണം അദ്ദേഹം പോയിരിക്കുന്നത് മറ്റങ്ങോട്ടുമല്ല, തന്റെ പിതൃത്വം അന്വേഷിക്കുവാൻ വേണ്ടിയാണ്. അല്ലെങ്കിൽ തന്റെ അമ്മയുടെ മുൻ കാമുകൻ ആരാണ് എന്ന് കണ്ടെത്തുവാനും അത് കണ്ടെത്തി മടങ്ങി വരുമ്പോൾ എന്തായിരിക്കും ഈ കുടുംബത്തിൽ നടക്കുന്നത് എന്നും ഒരു ഭയമുണ്ടെങ്കിലും അലീനയ്ക്ക് മറുഭാഗത്ത് ചിന്തിക്കുവാൻ ഒന്ന് മാത്രമായിരുന്നു ആശ്വാസം. തന്റെ അച്ഛൻ താൻ പറഞ്ഞാൽ എന്തും അനുസരിക്കുന്നതായിരിക്കും, തന്റെ ഏതാവശ്യങ്ങളും നിറവേറ്റിത്തരുന്നതാണ് ബാലചന്ദ്രൻ എന്ന തന്റെ അച്ഛനെന്ന് ഒരു വലിയൊരു പ്രത്യാശ അലീനയ്ക്കുണ്ടോ. അങ്ങനെ ആഘോഷങ്ങൾക്കിടയിൽ മറുഭാഗത്ത് കാണുന്നത് ബാലചന്ദ്രൻ തന്റെ അളിയനായ അല്ലെങ്കിൽ വൈജയന്തിന്റെ സഹോദരനായ ചേട്ടനായ ഗംഗാധരനോട് ചോദിക്കുകയാണ്, അലീനയുടെ അച്ഛന്റെ പേരെന്താണ്, അദ്ദേഹം ആരാണ്, എവിടെയാണ് അദ്ദേഹം ഉള്ളത്, അല്ലെങ്കിൽ തന്റെ ഭാര്യയായ വൈജയന്തിയുടെ മുൻ കാമുകൻ എവിടെയാണ് എന്ന ചോദ്യം അല്പം മോശമായിട്ടാണെങ്കിലും ചോദിക്കുമ്പോൾ ആദ്യമൊക്കെ പിടിച്ചു നിൽക്കുവാൻ ശ്രമിക്കുന്നുണ്ടെങ്കിലും അല്ലെങ്കിൽ ഒഴിഞ്ഞു മാറുവാൻ ഗംഗാധരൻ ശ്രമിക്കുന്നുണ്ടെങ്കിലും ബാലചന്ദ്രൻ രണ്ടും കൽപ്പിച്ചാണ് വന്നിരിക്കുന്നത് എന്ന് മനസ്സിലാക്കിയ ഗംഗാധരന് അതിന് ഉത്തരം കൊടുക്കാതിരിക്കുവാൻ ആവില്ലായിരുന്നു. ഒടുവിൽ ബാലചന്ദ്രനോട് പറയുകയാണ്, ബാലചന്ദ്ര, നീ എന്തിനാണ് ഇപ്പോഴിതൊക്കെ അന്വേഷിക്കുന്നത്, വർഷങ്ങൾ ഒരുപാടായില്ലേ എന്ന് ചോദിക്കുമ്പോൾ അതിനുത്തരമായി ബാലചന്ദ്രൻ പറയാൻ, ഇല്ല ഗംഗേട്ട, എനിക്കിതിന് സത്യം അറിയണം. ഞാൻ 300 കിലോമീറ്റർ വാഹനം ഓടിച്ച് ഇവിടെ വന്നത് നിങ്ങളുടെ സുഖവിവരങ്ങൾ അന്വേഷിച്ച് മടങ്ങിപ്പോകുവാനല്ല, മറിച്ച് അലീനയുടെ അച്ഛൻ ആരാണെന്നും അദ്ദേഹത്തിന്റെ പേരെന്താണെന്നും അദ്ദേഹം ഇപ്പോൾ ജീവിച്ചിരിപ്പുണ്ടോ എന്നും അറിയാനാണ്. ഇത് പറയാതെ ഞാൻ നിങ്ങളെ വിടില്ല എന്ന് കർക്കശം പറയുമ്പോൾ ഗംഗാധരൻ ഒടുവിൽ ബാലചന്ദ്രന്റെ ചോദ്യത്തിന് ഉത്തരം കൊടുക്കേണ്ടി വരുന്ന ഒരവസ്ഥയാണ്. ഒടുവിൽ ഗംഗാധരൻ പറയുന്നു, ഞാൻ പറയാം, പക്ഷേ ഇതിന്റെ പേരിൽ നീ നിന്റെ കുടുംബം തകർത്ത് കളയരുത്, വൈജയന്തിന്റെ ജീവിതം നശിപ്പിക്കരുതെന്ന് പറയുമ്പോൾ ബാലചന്ദ്രൻ ഒരു പുച്ഛഭാവത്തോടു കൂടി ഒരു ചെറു പുഞ്ചിരിയുമായിട്ട് നിൽക്കുന്നത് കാണാം. ഒടുവിൽ ഗംഗാധരൻ പറയാണ്, എന്റെ സഹപ്രവർത്തകനായിരുന്ന സ്റ്റാലിൻ ജോസഫ് എന്ന വ്യക്തിയാണ് അലീനയുടെ അച്ഛൻ. എന്റെ സഹോദരിയുടെ മുൻകാമുകൻ, അല്ലെങ്കിൽ സഹോദരിക്ക് പറ്റിയ ഒരു അബദ്ധം അതായിരുന്നു. അതുകൊണ്ട് നീ ഇതൊരു പ്രശ്നമാക്കി മാറ്റരുത് ബാലേന്ദ്ര എന്ന് പറഞ്ഞ് ഒരു വലിയൊരു യാചന നടത്തുന്ന ഗംഗാധരനെയാണ് കാണുന്നത്. അതൊക്കെ കേട്ട് ഒരു പക്ഷെങ്കിൽ ബാലചന്ദ്രൻ ഞെട്ടിപ്പോകുമെന്ന് ഗംഗാധരൻ ധരിച്ചുവെങ്കിലും ഒരു പുച്ഛഭാവത്തോടു കൂടി ചെറുപ്പുഞ്ചിരിയോടു കൂടി നിൽക്കുന്ന ബാലേന്ദ്രനെ മാത്രമാണ് ഗംഗാധരൻ കണ്ടത്. ഒടുവിൽ ബാലചന്ദ്രനോട് ഗംഗാധരനോട് അവിടെ നിന്ന് ഗുഡ് ബൈ പറഞ്ഞ് ബാലചന്ദ്രൻ ഇറങ്ങുമ്പോൾ തന്റെ മനസ്സിൽ വലിയൊരു ലക്ഷ്യമുണ്ടായിരുന്നു. ആരാണ് ഈ സ്റ്റാലിൻ ജോസഫ്, അദ്ദേഹത്തിനെ കണ്ടെത്തണം. ആ ചോദ്യങ്ങളൊക്കെ ചോദിച്ചുവെങ്കിലും കറക്റ്റായ ഒരു ഉത്തരം ഗംഗാധരന് പറയാൻ പറ്റിയില്ലെങ്കിലും ഏകദേശ രൂപങ്ങളും തന്റെ തറവാട് മഹിമകളും അവിടെ വർണ്ണിക്കുന്നത് ബാലചന്ദ്രൻ ശ്രദ്ധയോട് കേട്ടിരുന്നു. അങ്ങനെ ഗംഗാധരൻ എന്ന് കേട്ട സ്റ്റാലിൻ ജോസഫിന്റെ തറവാട് മഹിമ അന്വേഷിച്ച് ബാലചന്ദ്രൻ അങ്ങോട്ട് പുറപ്പെടുകയാണ്. എങ്ങോട്ടാണ്? പുനരൂരിലേക്ക് യാത്ര പുറപ്പെടുന്നു. അങ്ങനെ ഗംഗാധരൻ പറഞ്ഞ ആ സ്റ്റാലിൻ ജോസഫിന്റെ വീട്ടിലെത്തുന്ന ഒരു ഭാഗമൊക്കെ ആയിരിക്കും വരുന്ന ദിവസത്തെ എപ്പിസോഡിൽ കാണാൻ പോകുന്ന. വീണ്ടും അടുത്ത ദിവസത്തെ എപ്പിസോഡുമായി കാണും വരെ എല്ലാവർക്കും ഗുഡ് ബൈ.